പ്രൈസ് ലോർഡ്. എത്ര പേര് ഇന്ന് പകലിൽ സന്തോഷമായിരിക്കുന്നു? അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവിന്റെ പുസ്തകം 43:18-19 വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അതെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ഭൃത്യന്മാരെ, നിങ്ങളോടുള്ള ദൂത, ആമേൻ സ്തോത്രം. ആരെങ്കിലും നാളുകളായി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അങ്ങോട്ടുള്ള ദൂതായത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കായി ഒരു പുതുവഴി ഇന്ന് പകലിൽ തുറന്നു വരുന്നു. ചില പുതിയ തുടക്കങ്ങൾ. ആമേൻ സ്തോത്രം. പല തുടക്കങ്ങൾക്കും നമ്മളായിരിക്കാം തടസ്സമായിരിക്കുന്നത്. അതെ, ഇസ്രായേൽ ജനത്തിനും അവർക്ക് വിടുതലിന് അവരായിരുന്നു തടസ്സം. കാരണം പാപമായിരുന്നു. എല്ലാ കേസുകളും ഞാൻ പറയുന്നില്ല. ചിലത് ദൈവനാമഹത്വത്തിനായിട്ട്, ചിലത് പാപമായിരിക്കാം വിടുതലിന് തടസ്സമായിരിക്കുന്നത്. യെശയ്യാവ് 42:17-25 വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്രായേലിന്റെ കഷ്ടതയെ പറ്റിയിട്ടും പാപമായിരുന്നു കാരണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം കേട്ടോ. ചില പുതിയ തുടക്കങ്ങളെ ദൈവം നിങ്ങൾക്കായി, എനിക്കായി കൽപ്പിച്ചാക്കിയിരിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ പോകുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സകലതും പുതുതാക്കി തരുന്ന ദൈവമെന്ന കർത്താവിന്റെ വചനത്തിലുള്ളത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൽ ഉള്ളവർ, ആമേൻ സ്തോത്രം, അവർ പുതിയ സൃഷ്ടികളാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. ആമേൻ സ്തോത്രം. ഒരുവൻ ക്രിസ്തുവേശുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയെന്നത്രേ കർത്താവിന്റെ വചനം പറയുന്നത്. അവൻ പുതുതാക്കി തരുന്ന ദൈവമാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചില പുതിയ തുടക്കങ്ങളെ നിങ്ങൾക്കായി, എനിക്കായി കർത്താവ് ഇന്ന് പകലിൽ ചെയ്യുവാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ സ്തോത്രം. അവൻ ഹല്ലേലൂയ ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ച് നമ്മളെ, ഹല്ലേലൂയ, നമുക്ക് പുതിയ തുടക്കങ്ങൾ തരുന്ന ദൈവമാണ്. നാളുകളായി ശത്രു നിങ്ങളുടെ കരത്തിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടു കൊണ്ടുപോയ മേഖലകളെ ഇന്ന് പകലിൽ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് പകലിൽ തിരികെ തരുന്ന ഒരു പ്രഭാതമാണ്. ആമേൻ സ്തോത്രം. അതെ, കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ആമേൻ സ്തോത്രം, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അതെ, അസാധ്യമായ കാര്യമായത്. നിർജ്ജന പ്രദേശത്ത് നദികൾ, മരുഭൂമിയിൽ വഴി. ഇന്ന് പകലിൽ ഒരു സാധ്യതയും കാണത്തില്ല. ദൈവം ഇതിലെ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സാധ്യതയും കാണത്തില്ല. പക്ഷെ നിങ്ങൾക്കായി ചില നദികളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. നദികൾ, ആമേൻ സ്തോത്രം, നിർജ്ജനമായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നദികൾ പോലെയുള്ള വിടുതലുകൾ സംഭവിക്കുവാൻ പോവുകയാണ്. അതെ, മരുഭൂമി പോലിരിക്കുന്ന വഴികളിൽ ദൈവം മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവമാകുന്നു. മരുഭൂമിക്ക് മധ്യേ കർത്താവ് വഴിയെ തുറക്കുവാൻ പോവുകയാണ്. ആമേൻ സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ സ്തോത്രം. ആത്മാവിലൊന്ന് ഏറ്റെടുത്താട്ടെ, കർത്താവ് എനിക്ക് ചിലത് പുതിയ തുടക്കങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് മേഖലയായിക്കോട്ടെ ചില പുതിയ തുടക്കങ്ങൾ. നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള മേഖലകൾ, നിങ്ങളുടെ ജോലിപരമായിട്ടുള്ള മേഖല, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, ആമേൻ സ്തോത്രം, എല്ലാ മേഖലകളിലും സ്വർഗം ഇന്ന് പകലിൽ പുതുക്കം കൽപ്പിച്ചാക്കുവാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനിട്ട് നന്ദിയപ്പാ. ഇന്ന് പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കായി ചില പുതിയ തുടക്കങ്ങളെ സ്വർഗത്തിലെ ഇന്ന് പ്രഭാതത്തിന്മേൽ കൽപ്പിച്ചാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, നാളുകളായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സകല വിഷയത്തിന്മേലും പുതിയ തുടക്കങ്ങളെ ദൈവം കൊടുത്തതിനായിട്ട് നന്ദി. കർത്താവെ, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ മേൽ കർത്താവെ പുതുജീവൻ ആരോഗ്യത്തിന്മേൽ അത് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ജോലി മേഖലകളിൽ പുതിയ തുടക്കങ്ങൾ, ബിസിനസ് മേഖലകളിൽ പുതിയ തുടക്കങ്ങൾ, ആത്മീയ മേഖലകളിൽ പുതിയ തുടക്കങ്ങൾ, ശുശ്രൂഷ മേഖലകളിൽ മേൽ പുതിയ തുടക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി പറയുന്നു. സകല മാനവ മഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.